ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ജസ് ക്രിയേറ്റീവ് വേൾഡ്. ഇന്നത്തെ റെസിപ്പി ഈസി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റാണ്. പഴം വെച്ചിട്ടാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. ഇതിനകത്ത് ഞാനൊരു ഫില്ലിങ്ങും കൂടെ വെച്ചിട്ടുണ്ട്. ബ്ലൂബെറി വെച്ചിട്ടാണ് ഞാനത് ഉണ്ടാക്കിയിട്ടുള്ളത്. അതും കൂടെ ഞാനിവിടെ കാണിക്കുന്നുണ്ട്. നമ്മളിതിനകത്ത് ആർട്ടിഫിഷ്യൽ കളറോ ഒന്നും യൂസ് ചെയ്യുന്നില്ല. കുട്ടികൾക്കൊക്കെ ടിഫിൻ ബോക്സിൽ കൊടുത്തുവിടാൻ ഈസി ആയിട്ടുള്ളൊരു ഐറ്റം കൂടിയാണിത്. അപ്പോൾ നമ്മൾക്ക് നോക്കാം ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ളത്. ആദ്യമേ തന്നെ ഇതിൻ്റെ അകത്ത് വെക്കാനുള്ള ഫില്ലിങ്ങാണ് ഞാനിവിടെ റെഡിയാക്കുന്നത്. അതിനായിട്ട് 200 ഗ്രാം ബ്ലൂബെറി നല്ലപോലെ കഴുകിയെടുത്തിട്ടുണ്ട്. അത് ഒരു പാത്രത്തിനകത്തോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അതിനകത്തോട്ട് 1/4 കപ്പ് പഞ്ചസാരയും 1/4 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് ഭയങ്കര ഈസിയാണ് ഉണ്ടാക്കാനായിട്ട്. ഇനി നമ്മൾക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം. ഇതൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും നമ്മളുടെ ഫില്ലിംഗ് റെഡി ആയിട്ടുണ്ടായിരിക്കും. തിളച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ കളറെല്ലാം തന്നെ ഇളകി വരും. നമ്മളിതിനകത്ത് ആർട്ടിഫിഷ്യൽ കളറൊന്നും യൂസ് ചെയ്യേണ്ട കാര്യമില്ല. ഇപ്പം ഇത് നല്ലപോലെ തിളച്ച് കഴിഞ്ഞു. നല്ല കളറ് വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഈ ബെറീസ് ഈ സ്പൂൺ വെച്ച് തന്നെ ഒന്ന് ഉടച്ചു കൊടുക്കാം. എന്നിട്ട് ഒന്നും കൂടി ഒന്ന് തിളപ്പിക്കുക. അതിനുശേഷം നമ്മൾക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇത് ചൂടാറി വരുമ്പോഴത്തേക്കും നല്ലപോലെ കുറുകിയിട്ടുണ്ടായിരിക്കും. നമ്മളുടെ ഫില്ലിംഗ് ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇനി നമ്മൾക്ക് ഒരു ബാറ്റർ ഉണ്ടാക്കിയെടുക്കണം. അതിനായിട്ട് 2 പഴുത്ത പഴം ഞാൻ എടുത്തിട്ടുണ്ട്. നേന്ത്രപ്പഴമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നേന്ത്രപ്പഴം എടുക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ്. ഈ പഴം തൊലിയെല്ലാം കളഞ്ഞതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിനകത്തോട്ട് ഇട്ട് കൊടുക്കുക. നല്ലപോലെ പഴുത്ത ഏത്തപ്പഴമാണ് ഇത് ഉണ്ടാക്കാൻ നല്ലത്. ചെറുതാക്കി അരിഞ്ഞിട്ടാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മൾക്ക് ഇതിൻ്റെ കൂടെ തന്നെ കുറച്ചും കൂടെ സാധനങ്ങൾ ഇട്ട് കൊടുക്കാനുണ്ട്. ഏലക്ക തൊലിയെല്ലാം കളഞ്ഞതിന് ശേഷം അതിൻ്റെ ഉള്ളിലത്തെ കറുത്ത സീഡ് പൊടിച്ചതാണ്. അത് 1/2 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് പാലാണ്. 1 കപ്പ് പാലാണ് ആദ്യം ഒഴിച്ചു കൊടുക്കേണ്ടത്. ബാറ്റർ നല്ലപോലെ തിക്കാണെങ്കിൽ മാത്രം 1/4 കപ്പ് പാലും കൂടെ ഒഴിച്ചു കൊടുക്കുക. ഇനി വേണ്ടത് നെയ്യാണ്. 1 ടീസ്പൂൺ നെയ്യും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം. 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. പഴത്തിന് ഒരുപാട് മധുരം ഉണ്ടെങ്കിൽ കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുത്താൽ മതി. ഇനി വേണ്ടത് 1/2 കപ്പ് ഗോതമ്പ് പൊടി അല്ലെങ്കിൽ മൈദപ്പൊടി, ഏതായാലും കുഴപ്പമില്ല. രണ്ടായാലും നല്ലപോലെ തന്നെ വരും. അതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. തീരെ കട്ടയൊന്നും ഇല്ലാത്ത രീതിയിൽ വേണം നമ്മൾ അരച്ചെടുക്കാനായിട്ട്. അരയ്ക്കുന്ന സമയത്ത് ബാറ്റർ ഒരുപാട് കട്ടിയായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ പാല് നമ്മൾക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പം ഞാനിതിവിടെ നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുക. നമ്മൾക്ക് ഇതിനകത്ത് ബ്രെഡ് മുക്കാനുണ്ട്. അപ്പം കുറച്ച് വലിയ പാത്രത്തിൽ ഒഴിച്ചു കൊടുക്കുന്നതായിരിക്കും നല്ലത്. ഈ ഒരു പാകത്തിൽ വേണം നമ്മളിത് അരച്ചെടുക്കാനായിട്ട്. ഇനി ഇത് സൈഡിലോട്ട് മാറ്റി വയ്ക്കാം. അതിനുശേഷം ഇതിന് വേണ്ട ബ്രെഡ് ഒന്ന് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് 12 സ്ലൈസ് ബ്രെഡായിരിക്കും നമ്മൾക്ക് വേണ്ടി വരിക. അതിൻ്റെ സൈഡെല്ലാം ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പം ഞാനിവിടെ എല്ലാ ബ്രെഡിൻ്റെയും സൈഡ് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ബ്ലൂബെറി ഫില്ലിങ് ചൂടെല്ലാം മാറി വന്നിട്ടുണ്ടായിരിക്കും. നമ്മൾക്കത് ഈ ബ്രെഡിനകത്തോട്ടൊന്ന് തേച്ച് കൊടുക്കാം. എല്ലാ ബ്രെഡിലും ഒന്ന് തേച്ച് കൊടുക്കുക. അതിനുശേഷം വേറൊരു സ്ലൈസ് വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ടോട്ടൽ 6 എണ്ണമായിരിക്കും നമ്മൾക്ക് ഉണ്ടാക്കാൻ പറ്റുക. അതായത് 12 സ്ലൈസ് ബ്രെഡ് വേണ്ടി വരും. ബ്ലൂബെറി ഫില്ലിംഗ് ഇല്ല എന്നുണ്ടെങ്കിൽ ജാം ആയാലും മതി, അല്ലെങ്കിൽ ചോക്ലേറ്റ് സോസ് ഒഴിച്ചു കൊടുത്താലും മതി. ഏതായാലും കുഴപ്പമില്ല. നിങ്ങളുടെ കയ്യിൽ ഏതാണോ ഉള്ളത് അത് യൂസ് ചെയ്താൽ മതി. സ്ട്രോബെറി ആയാലും കുഴപ്പമില്ല. കുറച്ച് ഡാർക്ക് കളറുള്ള ഏതെങ്കിലും യൂസ് ചെയ്യായിരിക്കും നല്ലത്. അതുപോലെ തന്നെ വൈറ്റ് ബ്രെഡിന് പകരം ബ്രൗൺ ബ്രെഡ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഹോൾ മീൽ ബ്രെഡ് യൂസ് ചെയ്യാം. ഏതായാലും കുഴപ്പമില്ല. ഇപ്പം നമ്മൾ എല്ലാത്തിലും ബ്ലൂബെറി ഫില്ലിങ് വെച്ച് കഴിഞ്ഞു. ഇനി വേറൊരു സ്ലൈസ് ഇതിൻ്റെ മുകളിലോട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എല്ലാ ബ്രെഡും ഇതേപോലെ തന്നെ ചെയ്തെടുക്കുക. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ബാറ്ററിനകത്തോട്ട് ഈ ബ്രെഡ് വെച്ച് കൊടുക്കാം. അതിൻ്റെ മുകളിലോട്ടെല്ലാം ബാറ്റർ നല്ലപോലെ കവറാക്കി കൊടുക്കണം. 2 സ്ലൈസും വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് കവറാക്കി എടുക്കുക. ഒരു സ്പൂൺ വെച്ച് മുകളിലോട്ട് ഒഴിച്ചു കൊടുത്താലും മതി. ഇത് പെട്ടെന്നൊന്നും കുതിർന്ന് പോകത്തില്ല. അതുകൊണ്ട് ഇതിനകത്ത് തന്നെ വെച്ചിരുന്നാലും കുഴപ്പമില്ല. രണ്ടാമത്തെ സാൻഡ്വിച്ചും ഇതേപോലെ തന്നെ വെച്ച് കൊടുക്കുക. അതിൻ്റെ മുകളിലും ബാറ്റർ നന്നായിട്ടൊന്ന് കവറാക്കി കൊടുക്കുക. എന്നിട്ട് നമ്മൾക്ക് വേറൊരു പാൻ വെച്ച് ഗ്യാസ് ഓൺ ചെയ്യണം. നമ്മളിത് ബ്രെഡ് വെച്ച് കൊടുക്കുമ്പം ബാറ്റർ ഒന്നും കൂടെ ഇളക്കിയിട്ട് വേണം വെച്ച് കൊടുക്കാനായിട്ട്. ഞാനിവിടെ പാൻ വെച്ച് അതിനകത്തേക്ക് 2 ടേബിൾ സ്പൂൺ വെണ്ണ ഇട്ട് കൊടുക്കുന്നുണ്ട്. വെണ്ണയ്ക്ക് പകരം വേണമെങ്കിൽ നെയ്യായാലും യൂസ് ചെയ്യാം. ഏതായാലും കുഴപ്പമില്ല. എല്ലാ ഭാഗത്തേക്കും നല്ലപോലെ ഒന്ന് ആക്കിയെടുക്കുക. വെണ്ണ നന്നായിട്ടൊന്ന് ഉരുകി വന്നതിന് ശേഷം നമ്മൾ നേരത്തെ മുക്കി വെച്ച ബ്രെഡ് ഇതിനകത്തേക്ക് വെച്ച് കൊടുക്കാം. 2 സാൻഡ്വിച്ചും ഒരുമിച്ചാണ് ഞാൻ വെച്ച് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരെണ്ണായിട്ടും വെച്ച് കൊടുക്കാം. എങ്ങനെയായാലും കുഴപ്പമില്ല. നമ്മളുടെ ബാറ്റർ സൈഡിലോട്ടെങ്ങാനും പോകുന്നുണ്ടെങ്കിൽ ഇതേപോലെ അതിൻ്റെ മുകളിലോട്ട് തന്നെ ഒന്ന് ആക്കി കൊടുത്താൽ മതി. അപ്പം കറക്റ്റ് നല്ല ഷേപ്പായിട്ട് തന്നെ ഇരിക്കും. ഇനി ഇത് ഒരു സൈഡ് ആയി കഴിയുമ്പോൾ നമ്മൾക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഒരുപാട് ഫ്ലെയിം കൂട്ടി വെക്കേണ്ട ആവശ്യമില്ല. ഫ്ലെയിം കൂട്ടി വെച്ച് കഴിഞ്ഞാൽ ഒരു ഭാഗം പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോകും. അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. ഒരു ഭാഗം ആയി കഴിയുമ്പോൾ നമ്മൾക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. 2 സൈഡും ഇതേപോലെ മാറി മാറി മറിച്ചിട്ട് കൊടുക്കുക. ഇനി നമ്മൾക്കിതിൻ്റെ സൈഡും കൂടെ ഒന്ന് മുരിച്ചെടുക്കണം. അതിനായിട്ട് ഇതേപോലെ ഒന്ന് വെച്ച് കൊടുത്താൽ മതി. എല്ലാ സൈഡും ഇതേപോലെ തന്നെ വെച്ച് കൊടുക്കുക.
2 സാൻഡ്വിച്ചും കൂടെ ഒരുമിച്ച് പിടിച്ച് വെച്ച് കൊടുത്താലും മതി. എങ്ങനെയാലും കുഴപ്പമില്ല. അപ്പം പെട്ടെന്ന് തന്നെ നമ്മൾക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. എല്ലാ സൈഡും ബ്രൗൺ കളർ ആയി കഴിയുമ്പോൾ നമ്മൾക്കിത് ഫ്ലെയിമിൽ നിന്ന് മാറ്റാം. അപ്പോൾ നമ്മളുടെ ആദ്യത്തെ ട്രിപ്പ് ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇതേപോലെ തന്നെ എല്ലാം ഉണ്ടാക്കിയെടുക്കുക. ഇത് വേണമെന്നുണ്ടെങ്കിൽ ഓരോന്നായിട്ടും ഉണ്ടാക്കിയെടുക്കാം. അങ്ങനെയാലും കുഴപ്പമില്ല. അപ്പം നമ്മളുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡിയായി കഴിഞ്ഞു. നല്ല ടേസ്റ്റി ആൻഡ് ഈസി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റാണ്. കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും. പഴത്തിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് ഉണ്ടായിരിക്കും ഇതിന്. അപ്പം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. അതിൻ്റെ സൈഡിലുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്നുള്ള ഓപ്ഷനോടെ ക്ലിക്ക് ചെയ്യുക. അപ്പം നെക്സ്റ്റ് ടൈം ഞാൻ വീഡിയോ ഇടുമ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. ഇതുണ്ടാക്കി നോക്കിയതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്സ് എല്ലാം കമൻസിലൂടെ അറിയിക്കാൻ മറക്കരുത്. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്